സോ ആക്ച്വലി ഒരു വർഷം കൃത്യം കഴിഞ്ഞിട്ടുണ്ട്. അതായത് 2024 ജൂണിലാണ് ആപ്പിൾ iOS 18 അനൗൺസ് ചെയ്തത്. ഇനി നമുക്കറിയാം വെറും 27 ദിവസം മാത്രമേ ഉള്ളൂ iOS 19 ഒഫീഷ്യലി അനൗൺസ് ചെയ്യാൻ. സോ ഈ ഒരു സാഹചര്യത്തിൽ ഒരു വർഷം അടുക്കാറായപ്പോഴാണ് ആപ്പിൾ അന്ന് അനൗൺസ് ചെയ്ത RCS മെസ്സേജ് സപ്പോർട്ട് ഇപ്പം നമുക്ക് ഇന്ത്യയിൽ യൂസേഴ്സിന് ലഭിച്ചത്. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ RCS എന്താണ്, എങ്ങനെ നമുക്ക് അത് യൂസ് ചെയ്യാം, ഐഫോണിൽ എങ്ങനെ സെറ്റപ്പ് ചെയ്യണം, എന്തൊക്കെയാണ് ഇതിൻ്റെ കീ ഫീച്ചേഴ്സ്, ഇതുകൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. സോ ദിസ് ഇസ് മിലൻ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. സോ എന്താണ് RCS? സോ നമുക്കറിയാം ഇതൊരു ഷോർട്ട് ഫോമാണ്. ഇതിൻ്റെ ലോങ് ഫോം എന്ന് പറയുന്നത് റിച്ച് കമ്മ്യൂണിക്കേഷൻ സർവീസ് എന്നുള്ളതാണ്. സോ ഈ റിച്ച് കമ്മ്യൂണിക്കേഷൻ സർവീസ് എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൽ ഓൾറെഡി ഉള്ള SMS, MMSൻ്റെയൊക്കെ അപ്ഗ്രേഡഡ് വേർഷനാണ്. കാരണം RCSൻ്റെ ഒരു പ്രധാന കാര്യമായിട്ട് നമ്മൾ പറയുന്നത് ക്രോസ് പ്ലാറ്റ്ഫോം കമ്മ്യൂണിക്കേഷനുള്ള ഈസി മെത്തേഡ് എന്നുള്ള രീതിയിലാണ്. ക്രോസ് പ്ലാറ്റ്ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആൻഡ്രോയിഡ് ടു ഐഫോൺ, ഈ രണ്ട് യൂസേഴ്സിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഓപ്ഷനാണ് RCS എന്ന് പറയുന്നത്. iMessageഉം വാട്സാപ്പും പോലെ തന്നെ ഇത് എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആണ്. വളരെ റീസെൻ്റ്ലി ആണ് ഗൂഗിൾ ഇതിനുള്ള എൻക്രിപ്ഷൻ കൊണ്ടുവന്നത്. അതായത് RCS ഐഫോൺ ടു ആൻഡ്രോയിഡിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സെൻഡ് ചെയ്യുന്ന വീഡിയോസോ ഫയൽസോ ആയിക്കോട്ടെ, ഇതെല്ലാം എൻക്രിപ്റ്റഡ് ആക്കി വെക്കാൻ വളരെ റീസെൻ്റ്ലി ആണ് ഗൂഗിൾ E2EE എന്ന് പറയുന്ന ഒരു എൻക്രിപ്ഷൻ പ്രോട്ടോക്കോൾ കൊണ്ടുവന്നത്. ടെക്നിക്കലി പറഞ്ഞാൽ ഇതൊരു അസിമെട്രിക് എൻക്രിപ്ഷനാണ്. ഇതിനെപ്പറ്റി അറിയാവുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അതായത് അസിമെട്രിക് എന്ന് പറയുന്നത് ഇതൊരു പബ്ലിക് കീ ഉപയോഗിച്ചിട്ടാണ് ഇത് എൻക്രിപ്റ്റ് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ ഒരു പ്രൈവറ്റ് കീ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മുടെ എൻഡിൽ ഇത് ഡീക്രിപ്റ്റ് ചെയ്യുന്നത്. അതാണ് ഈ ഒരു അസിമെട്രിക് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. സോ ഇതുപോലത്തെ പ്രോട്ടോക്കോൾസാണ് നമ്മളുടെ ഈ ഒരു RCSന് മെസ്സേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സെൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. സോ ഇതിൽ സെൻഡ് ചെയ്യുന്ന മെസ്സേജുകളെല്ലാം വെൽ സെക്യൂർഡ് ആയിരിക്കും. സോ ഇനി ഏതൊക്കെ ഡിവൈസുകളിൽ RCS സപ്പോർട്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ iOS 18 സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഡിവൈസുകളും വിച്ച് ഇൻക്ലൂഡിങ് ഐഫോൺ 10s മുതൽ 16 Pro Max വരെയുള്ള എല്ലാ ഡിവൈസുകളിലും ഈ ഒരു iOS 18.5 അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് iOS 18.5 നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാ ഡിവൈസുകളിലും നമുക്ക് RCS സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇനി ഏതൊക്കെ നെറ്റ്വർക്കുകൾ RCS സപ്പോർട്ട് ചെയ്യും? നിലവിൽ ഇന്ത്യയിൽ ജിയോ ആൻഡ് VI ഈ രണ്ട് നെറ്റ്വർക്കുകൾ മാത്രം അല്ലെങ്കിൽ കാരിയേഴ്സ് മാത്രമാണ് ഇപ്പോൾ RCS സപ്പോർട്ട് ചെയ്യുന്നത്. ഇനി ഏതെങ്കിലും VI യൂസേഴ്സിന് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ. VI യൂസേഴ്സിനും അവരുടെ അപ്ഡേറ്റിന് ശേഷം സെറ്റിങ്സിൽ ഈ ഒരു RCS ഓപ്ഷൻ കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് പ്രത്യേകം മെൻഷൻ ചെയ്യുക. ഈ വീഡിയോ കാണുന്ന പലരും എയർടെൽ യൂസേഴ്സ് കാണും. സോ എയർടെലിന് ഒഫീഷ്യലി RCS സപ്പോർട്ടഡ് അല്ല. ഇനി എങ്ങനെ ഐഫോണിൽ ഇത് സെറ്റപ്പ് ചെയ്യാം, RCS എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. സെറ്റിങ്സിൽ മെസ്സേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളിവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മെസ്സേജിൻ്റെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ സെറ്റിങ്സ് കാണാൻ സാധിക്കും. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ടെക്സ്റ്റ് മെസ്സേജിങ് എന്ന് പറയുന്ന ഓപ്ഷനകത്ത് RCS മെസ്സേജിങ് എന്ന് പറഞ്ഞ എക്സ്ട്രാ ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇങ്ങനെ ആയിരിക്കും ബൈ ഡിഫോൾട്ടായിട്ട് iOS 18.5 അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് RCS ബൈ ഡിഫോൾട്ട് എനേബിൾഡ് ആയിരിക്കും. ഇനി ഇന്നലെ നമ്മൾ ചെയ്തിട്ടുള്ള iOS 18.5 അപ്ഡേറ്റിൻ്റെ വീഡിയോയുടെ കമൻസിൽ വന്നൊരു കാര്യമാണ്. അതായത് ഈ ഒരു ഓപ്ഷൻ ചിലവരുടെ ഡിവൈസിൽ കാണുന്നില്ല. ഈവൻ ദോ ഈ ഒരു ഓപ്ഷൻ എനേബിൾഡ് ആണെങ്കിൽ പോലും അവർക്ക് വർക്കാകുന്നില്ല, RCS മെസ്സേജ് വർക്കാകുന്നില്ല എന്നുള്ള കാര്യം. എങ്ങനെ RCS മെസ്സേജ് നമുക്ക് പ്രോപ്പറായിട്ട് സെറ്റപ്പ് ചെയ്യാം അല്ലെങ്കിൽ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇനി ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് വെക്കണം. ഓൾറെഡി ഞാൻ പറഞ്ഞു എയർടെൽ യൂസേഴ്സിനാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കില്ല. അതൊന്നാമത്തെ കാര്യം. രണ്ട്, നിങ്ങൾ RCS മെസ്സേജ് ഈ ഒരു മെസ്സേജിൻ്റെ ഓപ്ഷനിൽ പോയാലും നിങ്ങൾ മെസ്സേജ് അയക്കുന്ന വ്യക്തിക്ക്, അതായത് നമ്മളുടെ ഓപ്പോസിറ്റ് ഉള്ള ആളുടെ ഡിവൈസിലും RCS മെസ്സേജ് എനേബിൾഡ് ആയിരിക്കണം. അതിപ്പം ഐഫോൺ ആയിക്കോട്ടെ ആൻഡ്രോയിഡ് ആയിക്കോട്ടെ. ആൻഡ്രോയിഡിൽ ഗൂഗിൾ മെസ്സേജ് ആപ്പിനകത്ത് മാത്രമേ ഉള്ളൂ ഈ RCS വർക്കാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഗൂഗിൾ മെസ്സേജ് നിങ്ങളുടെ അപ് ടു ഡേറ്റ് ആണ് എന്ന് ഉറപ്പുവരുത്തുക. അതോടൊപ്പം തന്നെ ആ ഒരു ഗൂഗിൾ മെസ്സേജിൻ്റെ സെറ്റിങ്സിൽ പോയാൽ, അക്കൗണ്ട് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് RCS ചാറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. അത് എനേബിൾഡ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ ഉള്ളൂ ഇത് വർക്കാകത്തുള്ളൂ. ഒരു 2 മണിക്കൂറോളം ഞാൻ ട്രൈ ചെയ്ത് നോക്കി, എന്നിട്ടും വർക്കാകുന്നില്ല. യാതൊരു രക്ഷയില്ലാത്തതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഐഫോണിലേക്ക് തന്നെ, വീണ്ടും 15 Proയിലേക്ക് തന്നെ സിം ഇട്ട് RCS ഇതിൽ ആക്ടിവേറ്റ് ചെയ്യാൻ നോക്കിയത്. അപ്പം ആക്ടിവേറ്റ് ആയി, യാതൊരു സ്ട്രഗിളും ഇല്ലാതെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ആക്ടിവേറ്റ് ആയി. 4, ഈ പറഞ്ഞ പോലെ സെറ്റിങ്സിൽ RCS മെസ്സേജ് എല്ലാം എനേബിൾഡ് ആണ്. എങ്കിലും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ഐഫോൺ ടു ഐഫോൺ ആണ് RCS മെസ്സേജ് സെൻഡ് ചെയ്യുന്നതെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ മെസ്സേജിനകത്ത് തന്നെ iMessage എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന നമ്പർ ഒരുപക്ഷെ iMessage ആയിരിക്കാം. അതായത് iMessageൽ ആക്ടിവേറ്റ് ചെയ്ത നമ്പറാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് RCS വർക്കാകത്തില്ല. കാരണം ഓൾറെഡി അത് iMessageലാണ്. അതുകൊണ്ട് ഞാൻ ചെയ്ത കാര്യം iMessage ഡിസേബിൾ ചെയ്തു. എനിക്ക് മൾട്ടിപ്പിൾ ജിയോ നമ്പർ ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ രണ്ടാമത്തെ നമ്പർ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യുകയും ചെയ്തു. കാരണം ഐഫോൺ ടു ഐഫോൺ RCS വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്തത്. എങ്കിൽ മാത്രമേ ഉള്ളൂ RCS ഐഫോൺ ടു ഐഫോൺ വർക്കാകത്തുള്ളൂ. 5, ഇനി ഈ പറഞ്ഞ സെറ്റിങ്സോ ഓപ്ഷൻസോ എല്ലാം മാറ്റിയിട്ടും നിങ്ങൾക്ക് ഇവിടെ ടെക്സ്റ്റ് മെസ്സേജ്
അതോടൊപ്പം തന്നെ SMS എന്നാണ് ഈ ഒരു മെസ്സേജ് ആപ്പിൽ കാണിക്കുന്നതെങ്കിൽ ഒരു കാര്യം നിങ്ങൾ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുക. കാരണം ഞാൻ പേഴ്സണലി ഇതുപോലെ ചെയ്തതാണ് ഇത് ആക്ടിവേറ്റ് ആയത്. വീണ്ടും നിങ്ങൾ മെസ്സേജ് സെറ്റിംഗ്സിനകത്ത് പോയിട്ട് RCS മെസ്സേജിങ്ങിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് ഇത് ഡിസേബിൾ ചെയ്ത് എനേബിൾ ചെയ്ത് റീആക്ടിവേറ്റ് ചെയ്ത് നോക്കുക. ചിലപ്പോൾ നിങ്ങൾ 4-5 തവണ ചെയ്യേണ്ടി വരും മേ ബി ഇത് പ്രോപ്പറായിട്ട് വർക്കാകാൻ. കാരണം ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടാണ് ഇത് വർക്കായത്. ഇനി നമുക്ക് RCSൻ്റെ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. ഇതിൽ ഒന്നാമത്തെ കാര്യമാണ് ഡെലിവറി ഇൻഡിക്കേറ്റേഴ്സ്. സോ ഇവിടെ ഞാൻ ഈ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്തു, സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഡെലിവേർഡ് എന്ന് പറഞ്ഞ ഒരു ഇൻഡിക്കേഷൻ നമുക്ക് അവിടെ വന്നു. അതായത് നോർമൽ SMS ആണ് അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് ആണ് സെൻഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻഡിക്കേഷനോ കാര്യങ്ങളൊന്നും വരത്തില്ല. അത് കണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യാൻ വേണ്ടിയാണ് ഈ ഡെലിവറി ഇൻഡിക്കേഷൻ വന്നിരിക്കുന്നത്. സോ വൺസ് നമ്മൾ അയച്ച മെസ്സേജ് കണ്ടു കഴിഞ്ഞാൽ അവിടെ കാണാം റീഡ് റെസിപ്റ്റും നമുക്ക് അവിടെ കാണാൻ സാധിക്കും. സോ അതെപ്പോഴാണ് ഈ ഒരു മെസ്സേജ് കണ്ടത് എന്നുള്ള റീഡ് റെസിപ്റ്റ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരാൾ അയച്ച മെസ്സേജ് കൃത്യമായിട്ട് അവർക്ക് ഡെലിവർ ആയോ എന്നുള്ളത് കൺഫേം ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ വൺസ് അവർ കണ്ടു കഴിയുമ്പം അതിൻ്റെ റീഡ് റെസിപ്റ്റും നമുക്കിവിടെ കാണാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഈ റീഡ് റെസിപ്റ്റ് എന്ന് പറഞ്ഞ സംഭവം നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ഡിസേബിൾ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഡെലിവറി ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ഡിസേബിൾ ചെയ്യാൻ സാധിക്കത്തില്ല. സോ നിങ്ങൾ മെസ്സേജിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് സെൻഡ് റീഡ് റെസിപ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഡിസേബിൾ ചെയ്താൽ അത് പിന്നീട് വർക്കാകത്തില്ല. പിന്നീടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് ടാപ്പ് ബാക്ക് ആണ്. സോ ഇവിടെ നമ്മൾ അയച്ച മെസ്സേജ് ഇവിടെ ഞാൻ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തു. ഇവിടെ നമുക്ക് കാണാം ടാപ്പ് ബാക്ക് ഓപ്ഷൻ. അതായത് മെസ്സേജിലുള്ള പോലെ തന്നെ ടാപ്പ് ബാക്ക് ഓപ്ഷനും ഇവിടെയും ഈവൻ ക്രോസ് പ്ലാറ്റ്ഫോം നമുക്ക് വർക്കാവുന്നതാണ്. സോ ഇവിടെ എന്ത് റിയാക്ഷൻ നമ്മൾ കൊടുക്കുന്നു അല്ലെങ്കിൽ റെസ്പോൺസ് കൊടുക്കുന്നു അതെല്ലാം ഇവിടെയും ലൈവായിട്ട് ചേഞ്ച് ആകുന്നതായിരിക്കും. സോ ഇങ്ങനെയുള്ള മെസ്സേജ് റിയാക്ഷൻസ് നമുക്ക് മെസ്സേജിലുള്ള പോലെ അല്ലെങ്കിൽ വാട്സാപ്പിലുള്ള പോലെ മെസ്സേജ് റിയാക്ഷൻസ് നമുക്ക് ഇവിടെയും ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഈ ഒരു മെസ്സേജിൽ കാണുന്ന പോലത്തെ എഫക്റ്റുകൾ, സ്ലാം എഫക്റ്റ് അല്ലെങ്കിൽ ലൗഡ് എഫക്റ്റ്, ഇതൊന്നും തന്നെ നമുക്ക് RCSൽ ക്രോസ് പ്ലാറ്റ്ഫോം വർക്കാകത്തില്ല. അത് വരുമ്പോൾ സെൻഡ് വിത്ത് ലൗഡ് എഫക്റ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനായിട്ട് ടെക്സ്റ്റായിട്ടേ വരത്തുള്ളൂ. എന്നാൽ ഇമോജികൾ നമുക്കിതിലൂടെ സെൻഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നോർമൽ ഇമോജി നിങ്ങൾ എടുത്തു കഴിഞ്ഞ് അത് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്ക് ഗിഫ് ഐക്കൺസ്, അതായത് നമ്മളിവിടെ പ്ലസ് ഐക്കണിൽ ടാപ്പ് ചെയ്ത് ഇവിടെ നമുക്ക് ഗിഫുകൾ കാണാൻ സാധിക്കും. സോ ഞാനിവിടെ ഈ ഒരു ഗിഫ് ഓപ്പൺ ചെയ്തു. ഇവിടെ നിന്ന് എനിക്കിഷ്ടമുള്ളൊരു ഗിഫ് എനിക്ക് സെൻഡ് ചെയ്യാം ഈ ഒരു RCS ഉപയോഗിച്ചുകൊണ്ട്. പിന്നെ ഇതിലെ മെയിൻ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റി ഇമേജസും വീഡിയോസും നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. സോ ടെക്സ്റ്റ് മെസ്സേജിലൂടെ നമുക്ക് സിമ്പിളായിട്ട് ഫോട്ടോസും വീഡിയോസും ഇതുപോലെ സെൻഡ് ചെയ്യാൻ സാധിക്കും. സോ ഫോട്ടോസ് ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഞാനൊരു ഇമേജ് സെലക്ട് ചെയ്തു, സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈ ക്വാളിറ്റി റെസൊല്യൂഷനിൽ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലും റിസീവ് ചെയ്യുന്നതാണ്. ഇവിടുന്ന് നമുക്കത് കാണാം. നല്ല ഹൈ ക്വാളിറ്റി ആയിട്ട് തന്നെ ആ ഒരു ഇമേജ് കാണാൻ സാധിക്കും. അത് സേവ് ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് അപ് ടു 4K വീഡിയോസിന് ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ലോങ്ങർ വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ, അതായത് 4Kയുടെ ഒരു മിനിറ്റുള്ള 2 മിനിറ്റുള്ള അങ്ങനെ ലോങ്ങർ വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു കംപ്രഷൻ വരുന്നതായിരിക്കും. സോ ഇവിടെ ഞാനൊരു വീഡിയോ സെലക്ട് ചെയ്തു, അതും ഇതുപോലെ സെൻഡ് ചെയ്തു. ഇങ്ങനെ സെൻഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഞാൻ പറഞ്ഞ പോലെ അതിനൊരു ചെറിയ കംപ്രഷൻ കാണും. ചെറിയ രീതിയിലുള്ള ഒരു മൈനർ കംപ്രഷൻ 4K വീഡിയോസിന് കാണും. അങ്ങനെ ലിറ്ററലി നിങ്ങൾ വാട്സാപ്പിലും മെസ്സേജിലും ഒക്കെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തന്നെ നമുക്ക് ഈ ഒരു RCS ഉപയോഗിച്ചുകൊണ്ട് ക്രോസ് പ്ലാറ്റ്ഫോം, അതായത് ആൻഡ്രോയിഡ് ടു ഐഫോൺ ടു ആൻഡ്രോയിഡ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് ഈ പറഞ്ഞ റിയാക്ഷൻസ് കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ ആൻഡ്രോയിഡിലും വരുന്നതാണ്. യാതൊരു മാറ്റവും കാണത്തില്ല. ഇനി ഇതിലൊരു കീ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ മൾട്ടിപ്പിൾ ഇമേജുകൾ നിങ്ങൾ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് സിപ്പ് ചെയ്തിട്ട്, അതായത് കംപ്രസ് ചെയ്ത് നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ ഫയൽസ് ആപ്പിലേക്ക് ഇമേജുകൾ സെൻഡ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഫയലുകൾ നമ്മളിവിടെ ഫയൽസ് ആപ്പിൽ ആ ഒരു ഇമേജുകൾ സെലക്ട് ചെയ്യുക. ഈ ഒരു 3 ഡോട്ടിൽ ടാപ്പ് ചെയ്യുക, കംപ്രസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ ഈ ഒരു സിപ്പ് ഫയൽ അതെന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ആ സെലക്ട് ചെയ്ത ഇമേജസിൻ്റെ ഒരു കംപ്രസ്ഡ് വേർഷനാണ്. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു 4 ഇമേജസും നമുക്കവിടെ കാണാൻ സാധിക്കും. അതുപോലെ കംപ്രസ് ചെയ്ത ഇമേജുകൾ അല്ലെങ്കിൽ ഫയലായിട്ട് നമുക്കിത് ഷെയർ ചെയ്യാൻ സാധിക്കും. ഇവിടെ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക, ഈ ഒരു ഷെയർ ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുക. ഇവിടെ മെസ്സേജിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് ഇവിടുന്ന് നമുക്ക് ഡയറക്റ്റ്ലി സെൻഡ് ചെയ്യാം. സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം RCS മെസ്സേജായിട്ട് ആ ഒരു സിപ്പ് ഫയൽ സെൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് RCSലുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക.